സീനിയേഴ്സ് ആയിരുന്നു. ഞാൻ മാത്രമാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ആൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെ എനിക്ക് എന്നെ ട്രീറ്റ് ചെയ്യാൻ ഒന്നും എനിക്കറിയില്ല. ബട്ട് എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി അത്രയും ഫണ്ണായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ നമുക്ക് അങ്ങനെ സ്ട്രെസ്സൊന്നും ഫീൽ ചെയ്തിട്ടില്ല ആദ്യം ഷൂട്ട് ചെയ്തത്. അതിപ്പോൾ ഡയറക്ടർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അധികം സ്ട്രെസ്സൊന്നും ആക്കാണ്ട് ഭയങ്കര കാമായിട്ടായിരുന്നു എല്ലാം. എല്ലാവരും സാധാരണ കോമ്പറ്റീഷൻ വയ്ക്കുന്ന ചേച്ചിയായിട്ട് ഭയങ്കര ചേച്ചി സിനിമ കാണാൻ വന്നിരുന്നോ? ഇല്ല, വീട്ടുകാരെല്ലാവരും ഉമ്മയും ചേച്ചി എല്ലാവരും നാട്ടിൽ നിന്ന് കണ്ടോളും. നിങ്ങൾക്കൊരിക്കലും ബോറടിക്കത്തില്ല. എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒട്ടും ലാഗ് അടിക്കുന്നില്ല. നല്ല കറക്റ്റായിട്ട് പടപടയെന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നു. ഒരിടത്ത് പോലും നമുക്ക് ചിന്തിക്കാനുള്ള സമയം തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു പ്ലസ് പോയിന്റാണ്. എല്ലാവരും വലിയ സിനിമ തിയേറ്ററിൽ തന്നെ കാണും. നല്ല വിജയം. ഷൈനികത്തിൻ്റെ പെർഫോമൻസ് നല്ല പ്രകടനമായിരുന്നു. അതുപോലെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു വലിയ വിജയവും നമ്മളാരും. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം തോന്നി. നന്നായിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം പ്രേക്ഷകരുടെ ഇരിക്കും. നന്നായിട്ടുണ്ട്. ഞാനത് നേരത്തെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിരുന്നു. ഭയങ്കര ചേഞ്ചാണ് അതിൻ്റെ വളരെയധികം ചേഞ്ചാണ്. നമ്മളെ തന്നെ വിസ്മയിപ്പിച്ച പെർഫോമൻസാണ്. സാധാരണ പോലീസ് സ്റ്റോറിനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് പടം എടുത്തേക്കുന്നത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്താ പറയാൻ? പുതിയ അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് സ്റ്റോറി ആയതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് എൻ്റർ ചെയ്തത്. കാരണം ഞാൻ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തു. അതിൽ നിന്ന് പോലീസ് വേഷം ചെയ്യേണ്ടത് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഈ പ്രത്യേക എലമെൻ്റ് കൊണ്ട് മാത്രമാണ് ഈ സിനിമയുടെ ഭാഗം. എല്ലാവരും ഗംഭീരം, ഞാൻ ഉൾപ്പെടെ ഗംഭീരം. ഞാൻ പോലും ഗംഭീരമായിരിക്കും. കഥാപാത്രം ചെയ്യാൻ പറ്റില്ല. കണ്ടു കിട്ടില്ല. എന്തായാലും എല്ലാവരോടും പറയാം. ഇനി പ്രേക്ഷകരാണ് അഭിപ്രായം പറയാം. ഒരുപാട് സന്തോഷം. വലിയൊരു പ്രൊഡക്ഷൻ്റെ ബാനറിൽ സിനിമയിലാണ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും സിനിമ കാണുക. പടത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എല്ലാവരും കാണും. നമുക്കൊരു വേസ്റ്റ് ആവില്ല. നല്ലൊരു മൂവിയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കാണും. ഞാനറിയാം ഫസ്റ്റ് ഹാഫിലൊരു ഫോറൻസിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല മൂവി. പാർട്ടി സംഘത്തിലെ ഫസ്റ്റ് പടമാണ്. ഭയങ്കരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്തൊരു ഡിസ്കാണ്. അതെ അതെ. നല്ല റെസ്പോൺസാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. ഭയങ്കര സന്തോഷം. സിനിമയുടെ എക്സൈറ്റ്മെൻറ്റിലാണ്. നല്ല സിനിമയാണെന്ന് വിശ്വസിക്കുന്നു. തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. പോലീസ് സ്റ്റോറി എടുത്തതിന് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണല്ലോ എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ജോണർ എന്ന് പറയുമ്പോൾ വേറെ സ്റ്റൈലിലാണ് പടം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഉള്ളിൽ പോലീസിൻ്റെ പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കേസ് അന്വേഷണം കാണിക്കുന്നുണ്ട്. അതിൻ്റെ സമാന്തരമായിട്ട് തന്നെ വേറെ അന്വേഷണം കാണിക്കുന്നു. അങ്ങനെ ഒരു ജോണർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എൻ്റെ കഥ വന്നു പോയപ്പോൾ എനിക്ക് ആ ലൈൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് തന്നെ തിരഞ്ഞെടുക്കണം എന്ന് ഓർത്ത് ഇതിൻ്റെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുക. എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും ഷെയർ ചെയ്യുക. സന്തോഷം. ഈ സിനിമ കണ്ടിട്ട് ജീത്തു സാർ എന്തെങ്കിലും പറഞ്ഞു? സാർ ഹാപ്പി ആയിരുന്നു. സാർ ഓക്കെ ആയിരുന്നു. സാറുമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പോലീസ് സ്റ്റോറി അടിപൊളിയാണ്. ഷൈനിക എല്ലാവരും നന്നായിട്ടുണ്ട്. ഷൈനിക നമ്മുടെ ഷോഭിഷേട്ടൽ അങ്ങനെ അവരെല്ലാം നന്നായിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സും നല്ലതാണ്. ഉഗ്രൻ ക്ലൈമാക്സ് ഒന്നും പറയാനില്ല. ശിഷ്യൻ ജിത്തു സാറിൻ്റെ പേര് കാത്തു. അതാണ് ഈ സിനിമയെ കുറിച്ചുള്ള നല്ല പടം. കിട്ടുക്കം പടം. തൂക്കി പടം തൂക്കി. ചേട്ടൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഒരു എക്സ്പീരിയൻസ് അതാണ് ഞാൻ പറഞ്ഞത്. ഈ പടം വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ടോട്ടലി പറയാനുള്ളത് ജിത്തു സാറിൻ്റെ പേര് കാത്ത ശിഷ്യൻ. ഓക്കെ, താങ്ക് യു. പെർഫോമൻസ് നല്ലതാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ തന്നെയാണ്. അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. നല്ല പടമാണ്, അടിപൊളി പടമാണ്. നല്ല ട്വിസ്റ്റ് ഉണ്ട്, എന്റർടൈനിങ് ആണ്. ഒട്ടും ബോറടിച്ചില്ല. ഈ പടം സൂപ്പർ ഹിറ്റാണ്, യാതൊരു സംശയവും. വളരെ നല്ലൊരു സിനിമയാണ്. വലിയ സസ്പെൻസ്, അവസാനം വരിക്കും ഗംഭീര സിനിമ. പോലീസായിട്ട് ചെയ്യുന്നത് അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തു, വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. നല്ല സിനിമ. എല്ലാവരും അഭിനയൊക്കെ ശൈലികത്തൊക്കെ പെർഫോമൻസ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേ അല്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്.
ഒരു ത്രില്ലാണെന്ന് തന്നെ പറയാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാൻ പാവണം ഞാൻ ഇതിന് മുന്നേ ഞങ്ങളെല്ലാം വിചാരിച്ച് ഞാൻ അന്നേ പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല അപ്പൊ എല്ലാവരും പറയാം ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതുപോലെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നത് വളരെ അപൂർവമാണ്. നമ്മളെല്ലാവരും ആ ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് ഞാനൊരു ചതിയല്ല ആയോ ഞാനൊന്നും പറയുന്നില്ല. അല്ല ഞാൻ എടുത്തു പറയുന്ന ഇതാണ് നമ്മളെപ്പോൾ ഉള്ളവർക്ക് എപ്പോഴും അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് അങ്ങനെ മുൻകൈ എടുത്ത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങളെ കാസ്റ്റ് ചെയ്തതിലാണ് എല്ലാവരും നന്ദി അറിയിക്കുന്നത്. അപ്പം ഞങ്ങളാൽ കഴിയുന്ന വിധം മാക്സിമം ഞങ്ങൾ തന്നെ പ്രെഡിക്റ്റബിലിറ്റി ബ്രേക്ക് ചെയ്തു. അതെ